റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. നമസ്കാരം. റേസ് ടു സക്സസിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് റേസ് ടു സക്സസിലൊപ്പം ചേരുന്നു ഞാൻ സുനിൽ. നമ്മൾ വലിയൊരു ദുരന്തം നേരിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ളത് വയനാടിനെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ്. വീണ്ടും അവർക്ക് ഒരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് വീട് വെച്ച് കൊടുക്കുക, ഇനിയൊരു അപകടം വരാത്ത രീതിയിൽ, ഇനിയൊരു അപകടം ഉണ്ടാവാത്ത രീതിയിൽ അവർക്ക് വീട് വെച്ച് കൊടുക്കുക, അവരെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതൊരു ചെറിയ കാര്യമല്ല, അതൊരു വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ളത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. അവർ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ തളർന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവന്നേ മതിയാവും. അപ്പോൾ എങ്ങനെയാണ് അവരെ ജീവിതത്തിലേക്ക്, അവരുടെ ആ ഒരു പഴയ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഒപ്പം തന്നെ നമ്മൾ നേരിടുന്ന ദുരന്തങ്ങളെക്കുറിച്ച്, ദുരന്തങ്ങൾ ബാക്കി വയ്ക്കുന്ന ആ ഒരു വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ആ ദുരന്തങ്ങളിൽ നിന്ന് പഠിക്കേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ മഹാദേവൻ പിള്ള സാറ് ജോയിൻ ചെയ്യുന്നുണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ വയനാടിനെ അല്ലെങ്കിൽ ഈ ഒരു മുണ്ടക്കൈ എന്ന പ്രദേശത്തെ നമ്മൾ എങ്ങനെയാണ് വീണ്ടും തിരിച്ചു പിടിക്കുക, അവിടെ വീണ്ടും സന്തോഷം കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക, അത് എത്ര സമയമെടുക്കും അവരെ വീണ്ടും ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട്? വയനാട് ദുരന്തത്തിന് ഇരയായവരെ, ഇര എന്ന് തന്നെ വിളിക്കാം, വിക്ടിംസ്, പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് ഇനി മനസാക്ഷിയുടെ ഒരു കർത്തവ്യം. പുനരധിവസിപ്പിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഈ നാശനഷ്ടം വിതറിയ വഴിയിൽ എല്ലാ വീടുകളും നശിച്ചിട്ടില്ല, 1/3 വീടുകൾ ബാക്കിയുണ്ട്. ആ വീടുകൾ ഉപയോഗിക്കാൻ കഴിയുമോ? രണ്ടാമത്, ഇപ്പോൾ നാശനഷ്ടം വന്ന ഭാഗത്ത് തന്നെ അവരെ പുനരധിവസിപ്പിക്കാൻ കഴിയുമോ? ആദ്യം അതിൻ്റെ ഒരു സാങ്കത്യം തന്നെ നമുക്ക് പരിശോധിക്കാം, എന്നിട്ട് മതി നമുക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവാം. ഈ പുഴകളുടെ ഉൽപ്പത്തിയും പരിണാമവും നമ്മൾ പഠിക്കുമ്പോൾ പുരാണങ്ങളിൽ ഭഗീരഥൻ ഗംഗയെ വഴിമാറ്റിയതായിട്ട് കഥയുണ്ട്. പക്ഷെ ഗംഗ പലതവണ വഴിമാറിയിട്ടുണ്ട്. ഭഗീരഥൻ വഴിമാറ്റി എന്നുള്ളത് അതൊരു കഥയാണ്. എല്ലാ നദികളും ഇങ്ങനെ വഴിമാറാറുണ്ട്, പുതിയ നദികൾ ഉത്ഭവിക്കാറുണ്ട്. ഇപ്പോൾ ഈ വയനാട്ടിൽ ദുരന്തം നടന്ന ഭാഗത്ത് പണ്ടൊരു ചെറിയ നീർച്ചാലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു വലിയ പുഴയായി മാറും. ഇനി പുത്തുമല തൊട്ട് ചാലിയാർ വരെ ഒരു പുതിയ പുഴ ഉത്ഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുണ്ടായിക്കഴിഞ്ഞു. അതൊരു വലിയ പുഴയാവും. കാരണം അത് സ്വയം പ്രകൃതി ഉണ്ടാക്കിയ ഒരു ചാലായി മാറി. അതിൽ ചിലയിടത്ത് 10 മീറ്റർ 15 മീറ്ററൊക്കെ ആഴമുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ കുത്തൊഴുക്കിൽ വന്നത് എല്ലായിടത്തും ആഴമില്ല. അപ്പോൾ അതിനൊരു പുഴയായി നിലനിൽക്കും. അതിനെ ഇനി നമ്മൾ പുഴ അല്ലാതാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു വഴി കണ്ടുപിടിക്കും. അപ്പോൾ വേറൊരു മണ്ണൊലിപ്പിനും ഒരു വെള്ളച്ചാട്ടത്തിനും ഒക്കെ നമ്മൾ വഴിയുണ്ടാക്കുന്നു. അതുകൊണ്ട് അതിനെ ഇനി അടയ്ക്കാൻ പോകാതിരിക്കുകയാണ് ബുദ്ധി. ഈ ചാൽ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. അത് പ്രകൃതി ഉണ്ടാക്കിയ ഒരു പുതിയ വഴിയാണ്. അത് കെട്ടുനിർത്തപ്പെടുന്ന വെള്ളത്തിന് എപ്പോഴും അതിൻ്റേതായ ഒരു നിർഗമന മാർഗം അത് സ്വയം കണ്ടെത്തും. അപ്പോൾ അതിനൊരു പുതിയ പുഴയായിട്ട് മാറും. അതിന് ഒരുപക്ഷെ ചൂരൽമലയാർന്നോ അല്ലെങ്കിൽ മുണ്ടക്കയാർന്നോ ഒക്കെ പേര് വരാൻ ഭാവിയിൽ. അതെന്തായാലും ചാലിയാറിൽ വന്ന് ചേരുന്ന സ്ഥിതിയിൽ അത് വന്നോളും, അത് വരട്ടെ. അപ്പോൾ ആ പ്രദേശം ഇപ്പോൾ ഇനി ഈ ഒഴുക്ക് വരാൻ പോകുന്ന പ്രദേശം ഒരു പുഴയായി മാറുകയാണ്. ഇപ്പോൾ കുത്തൊഴുകിയ സ്ഥലം ഒരു ജലഗമന മാർഗം തന്നെയായി മാറുന്നു. രണ്ടാമത്, അതിൻ്റെ ചുറ്റിലുമുള്ള, അതിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ഇപ്പോൾ അനാഥമാക്കപ്പെട്ട വീടുകളുണ്ട്. അവിടെ അനാഥമാക്കപ്പെട്ടു എന്നേ ഉള്ളൂ. ആ വീടുകളിലേക്ക് ആളുകൾക്ക് പോകാൻ ഭയമുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ വീടുകൾ നശിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഒരു വലിയ കുത്തൊഴുക്ക് വന്നതുകൊണ്ട് ഇനി വരുന്ന ഒഴുക്കിന് ഇത്രയും തടസ്സം വരില്ല. ഇപ്പം ഇത്രയും കുത്തൊഴുക്ക് വരാൻ കാരണം വഴിയുണ്ടായിരുന്നില്ല. ഓരോ സ്ഥലത്തും പോയി വഴി വെട്ടിയാണ് ഈ വെള്ളം പോയിരിക്കുന്നത്. അപ്പോൾ ആ പ്രദേശത്തുണ്ടായിരുന്ന തടസ്സങ്ങളെ മുഴുവൻ അടിച്ചു മാറ്റിയിട്ടാണ് വെള്ളം പോയിരിക്കുന്നത്. അങ്ങനെ വെള്ളത്തിന് ഒഴുകാനുള്ളൊരു വഴി ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഒഴുകി വരുന്ന വെള്ളത്തിന് ഒരു തടസ്സവും ഇല്ല. അത് സുഖമായിട്ട് ചാലിൽ കൂടെ അങ്ങ് ഒഴുകിക്കോളും. അതുകൊണ്ട് സാങ്കേതികമായിട്ട് അതിന് മുകളിലുള്ള ഭൂമി, ഇപ്പോൾ ബാധിച്ചിട്ടില്ലാത്ത ഭൂമി ഉടനെയൊന്നും ബാധിക്കപ്പെടാൻ പോകുന്നില്ല. ഇനി ഒരു വെള്ള ഒഴുക്ക് വന്നാലും ഒരു കുത്തൊഴുക്ക് വന്നാലും ഇപ്പോൾ സുരക്ഷിതമായി നിൽക്കുന്ന വീടുകൾ അങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ അതിൽ താമസിച്ചിരുന്നവർക്കൊരു ഭയമൊന്നും ഉണ്ടാവും. അതുകൊണ്ട് അവിടെ താമസിക്കാൻ അവരിനി തയ്യാറാവുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഭൂമി ഉപയോഗപ്പെടുത്താം.
ആ ഭൂമി നമ്മൾ കളയേണ്ട ആവശ്യമില്ല. കാരണം ആ ഭൂമിയിൽ കൃഷിയുണ്ട്, പല രീതിയിലുള്ള. ഇനി അവിടെ സ്ഥിരമായി താമസിക്കുന്നില്ലെങ്കിലും അവിടെ പകലെങ്കിലും വന്നു പോകാനുള്ള സംവിധാനമൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. കാരണം ഇപ്പോൾ പല രാജ്യങ്ങളിലുമുള്ള ഫാം ഹൗസ് പോലെ അത് ഫാം ഹൗസായിട്ട് റിട്ടേൺ ചെയ്യാം. കാരണം അവിടെയുള്ള വിളകളും ഒന്നും ഇനി നമ്മൾ കളയേണ്ടതില്ല. പക്ഷേ രാത്രിയിൽ അവിടെ സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാൻ ഒരു ഭയപ്പാട് ഈ വിക്ടിംസിനെല്ലാം ഉണ്ടാവും. അപ്പം ആ കെട്ടിടങ്ങളെ അങ്ങനെ തന്നെ നമുക്ക് നിലനിർത്താം. പകലൊക്കെ വന്നു പോകുന്ന രീതിയിൽ, കൃഷിയൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ അത് നിലനിർത്താൻ പറ്റും. പക്ഷേ ഇവരെ മുഴുവൻ വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ പുനരധിവസിപ്പിക്കേണ്ടി വരും. വേറൊരു സ്ഥലം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ട്രോമ കഴിഞ്ഞ ഒരു മനസ്സ്, അതായത് ഒരു ദുരന്തത്തെ കണ്ടു കഴിഞ്ഞ ഒരു മനസ്സിന്, എനിക്കത് നന്നായിട്ടറിയാം. കാരണം ഒരു ഭീതിതമായൊരു അവസരത്തിൽ 2 കാലും ഒടിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഒരു ട്രോമ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളത്തേക്ക് എനിക്ക് കാറിൽ കയറുമ്പോൾ എനിക്ക് എപ്പോഴും പേടിയുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഔട്ട്കം കൂടെ ഞാനിപ്പോൾ പറയാം. ഞാൻ മുമ്പ് സാധാരണ ഞാൻ കുറേ കാലം ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവിടെ ഒരു അലിഖിതമായ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു, പിറകിൽ ഇടത്തെ സീറ്റിൽ ഇരിക്കുന്നതാണ് ഏറ്റവും സേഫ് എന്ന്. ഗവൺമെൻറ് ഓഫീസർ യാത്ര ചെയ്യുമ്പോൾ കാറിൻ്റെ ലെഫ്റ്റിൽ ബാക്ക് സീറ്റിലിരിക്കുന്നതാണ് ഏറ്റവും സേഫ് എന്ന്. ആ സീറ്റിലിരിക്കുമ്പോഴാണ് എനിക്ക് അപകടം ഉണ്ടായത്. അപ്പം അതിലർത്ഥമില്ല എന്നുള്ള വ്യക്തമായി. അതുകൊണ്ട് ഞാനിപ്പോൾ കാറിൻ്റെ ഫ്രണ്ട് ലെഫ്റ്റ് സീറ്റിലാണ് സ്ഥിരമായിട്ടിരിക്കാറ്. കാരണം ബാക്കിലിരിക്കുമ്പോൾ നമുക്ക് ബെൽറ്റ് ഇടാൻ തോന്നാറില്ല, ഫ്രണ്ടിലിരിക്കുമ്പോൾ നമ്മൾ ബെൽറ്റ് ഇടും. പക്ഷെ അതിലും അർത്ഥമില്ല. കാരണം എൻ്റെ കാലൊടിഞ്ഞപ്പോൾ എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത് ബെൽറ്റ് ഇടാഞ്ഞ് നന്നായി പോയി എന്നാണ് പറഞ്ഞത്. ഇത് പുറത്ത് പറയാൻ പറ്റില്ലെങ്കിലും, കാരണം ബെൽറ്റ് ഇട്ടിരുന്നെങ്കിൽ ജഗദീഷ് ശ്രീകുമാറിന് സംഭവിച്ച പോലെ കഴുത്തൊടിഞ്ഞു പോകുമായിരുന്നു എന്നാണ്. ഇത് ബെൽറ്റ് ഇടാഞ്ഞുകൊണ്ട് മുന്നോട്ടാഞ്ഞതുകൊണ്ട് കാലിനെ പ്രശ്നം ഉണ്ടായുള്ളൂ, കഴുത്തൊടിഞ്ഞില്ല. ഒടിഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ ഇതിലും ഭീകരമായിരുന്നു. അത്ര വലിയ ഇടിയായിരുന്നു വണ്ടിയുടെ. അപ്പോൾ അതുകൊണ്ട് ചില ദുരന്തങ്ങളിൽ ചില ഭാഗ്യങ്ങളുണ്ടാകാറുണ്ട്. നമ്മൾ എല്ലാ പ്രിക്കോഷനും എടുത്താലും, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മുഴുവൻ ചെയ്താലും ചിലപ്പോൾ മാനേജ് ചെയ്യാത്ത ചില സംവിധാനങ്ങൾ നമുക്ക് ഗുണകരമായി വരും. ഇപ്പോൾ ഈ വയനാട്ടിലെ ദുരന്തത്തെ സംബന്ധിച്ച് ഞാൻ മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് മാത്രം നമ്മുടെ ശ്രദ്ധയിൽ പെട്ടില്ല. വെള്ളത്തിന് നിറമാറ്റം വരുമ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടിയിരുന്നു. അത് ആരും ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. നമ്മൾ സാധാരണഗതിയിൽ ആലോചിക്കില്ല, വരുന്നതാണല്ലോ എന്ന് വിചാരിക്കും. അതൊന്ന്. രണ്ടാമത്, ഇനിയൊരു ദുരന്തം ഉണ്ടായാലും ഈ പ്രദേശത്ത് ഇപ്പോൾ ഉണ്ടായ ദുരന്തത്തെക്കാൾ വലുതായിട്ട് ഇപ്പോൾ ഉണ്ടാവില്ല ഇനി. കാരണം ചാല് വന്നു കഴിഞ്ഞു, ഈ മല പൊട്ടിക്കഴിഞ്ഞു. ഇനി അവിടെ വെള്ളം ഇത്രയും നിൽക്കില്ല, വരുന്ന വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കും. അതൊന്നും. അപ്പോൾ ഇനി ഇവരെ പുനരധിവസിപ്പിക്കുന്ന സ്ഥലത്ത് നമുക്കുണ്ടാകാൻ പോകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇവരുടെ ലൈവ്ലിഹുഡ്. ഇപ്പോൾ ഈ പറഞ്ഞ വീടുകളും പുരയിടവും ഒക്കെ കേടില്ലാതെ നിലനിൽക്കുന്നവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അത് നല്ലൊരു പങ്കാളുകൾക്ക് അത് കേടായി കഴിഞ്ഞു. ഒന്ന്. അപ്പോൾ അവരുടെ ലൈവ്ലിഹുഡ്, അവർക്ക് എങ്ങനെ, ഇവരെ ഒരുപാട് ദൂരേക്ക് മാറ്റിയാലും പ്രശ്നമുണ്ട്. ഒരുപാട് ദൂരേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇവർക്ക് വന്ന്, ഇപ്പോൾ ഈ വീട് ഉപയോഗിക്കാത്തവരാണെങ്കിൽ കൂടിയും ഒരു 2/3 ആളുകൾക്ക് അവരുടെ ഭൂമിയും വീടുമൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. 2/3 ഏരിയയിൽ. പക്ഷേ ജനങ്ങൾ കൂടുതലുണ്ടായിരുന്ന ഏരിയയിൽ വീടുകൾ കൂടുതലായിരുന്നു, അവിടെ ഭൂമി കുറവായിരുന്നു. 2 സെൻറ്റ് 5 സെൻറ്റ് 10 സെൻറ്റൊക്കെ ഭൂമി ഉണ്ടായിരുന്നുള്ളൂ. ഈ ഭൂമി ഇപ്പം നഷ്ടപ്പെടാത്തൊരു കുറച്ചുകൂടെ മലയുടെ മുകളിലുള്ളവരാണ്. അവർക്ക് കൂടുതൽ ഭൂമിയുണ്ട്. 50 സെൻറ്റും 1 ഏക്കറും 2 ഏക്കറും ഒക്കെ ഉള്ളൊരു ധാരാളമുണ്ട്. അതുകൊണ്ട് ആ ഭൂമിയെ നമ്മൾ ദുരുപയോഗം ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഭൂമി ഇനി ഉപയോഗിക്കപ്പെടേണ്ടി വരും. അവിടെ കൃഷിയും മറ്റുമൊക്കെ സ്വാഭാവികമായിട്ട് നടന്നു പോട്ടെ. അപ്പോൾ ഇവിടുന്ന് അധിക ദൂരമല്ലാത്ത ഒരു സ്ഥലത്ത്, ഇപ്പോൾ ഇതെല്ലാം മേപ്പാടി പഞ്ചായത്തിലാണ് ഈ പ്രദേശങ്ങളൊക്കെ വരുന്നത്. മേപ്പാടി പഞ്ചായത്തിൽ തന്നെ ഇത്ര ദുരന്തം വരാൻ സാധ്യതയില്ലാത്ത സ്ഥലമുണ്ടെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഇവിടേക്ക് വന്നു പോകാൻ പറ്റുന്ന, ബസ്സിലോ മറ്റൊക്കെ വന്നു പോകാൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ ഭൂമി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ ഭൂമിയിൽ നമ്മൾ ആദ്യം തന്നെ എൻവയറമെൻ്റൽ സ്റ്റഡീസ് നടത്തിയതിന് ശേഷമേ ആ ഭൂമി എടുക്കാവൂ. കാരണം അതിനൊരു EIA സ്റ്റഡി ആവശ്യമാണ്. ഇനി ഒരു ദുരന്തം കണ്ട ജനതയ്ക്ക് ഇനിയൊരു ദുരന്തം കൂടി നമ്മൾ ദാനിക്കാൻ പാടില്ല. അപ്പോൾ അതിനുശേഷം മാത്രം വേണം നമ്മൾ പുനരധിവാസത്തിന് സ്ഥലം കണ്ടെത്താൻ. ഇനി അങ്ങനെ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ ഇവർ പറിച്ചു നടപ്പെട്ട ഒരു വിഭാഗമാണ്. ഇപ്പോൾ നമ്മൾ നെല്ലൊക്കെ ഈ ഞാറ് പറിച്ചു നടുക എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. പറിച്ചു നട്ടിക്കഴിഞ്ഞാൽ അതിന് സർവൈവൽ ഫാക്ടറുണ്ട്. അത് പുനരുജ്ജീവിച്ച് വരണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ വേണം. അപ്പോൾ ഇവരൊക്കെ ഒരു സന്തുലിതമായ വ്യവസ്ഥിതിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ്. പലർക്കും ഇപ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി തന്നെ, അവരുടെ സ്വത്വം തന്നെ പ്രൂവ് ചെയ്യാൻ കഴിയാത്ത കണ്ടീഷനിൽ വന്നിട്ടുണ്ട്. അതൊക്കെ സർക്കാർ ഇടപെട്ടിട്ട് അതൊക്കെ സ്വാഭാവികമായിട്ട് സോൾവ് ചെയ്ത് കൊടുക്കപ്പെടും. പക്ഷേ നാളിതുവരെ ഞാൻ കണ്ടിരിക്കുന്നത് ദുരന്ത മുഖത്തുനിന്ന് റീഹാബിലിറ്റേറ്റ് ചെയ്തവർ, പുനരധിവസിക്കപ്പെടുന്നവരെ ആരും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാറില്ല. അതാണൊരു വലിയ ദുരന്തം. അതെന്ന് വെച്ചാൽ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് ഇവരും ഈ ദുരന്തം അഭിമുഖീകരിച്ച മനുഷ്യന് പറ്റുന്ന ഒരു കുഴപ്പമുണ്ട്. അവൻ്റെ
ഇച്ഛാഭംഗം കൂടുതലായിരിക്കും. ജീവിതത്തിന് ഇത്രയേ അർത്ഥമുള്ളൂ എന്നുള്ള ഒരു സെൻസിലേക്ക് അവൻ വരികയും അവന് ജീവിതത്തോടുള്ള ആസക്തി കുറയുകയും ചെയ്യും. ഇപ്പം തന്നെ നോക്കൂ, സർവൈവേഴ്സിൽ നല്ലൊരു പങ്കിന് അവരുടെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എല്ലാവരും നഷ്ടപ്പെട്ടു. ജീവിക്കാനുള്ള ആഗ്രഹം തന്നെ പലർക്കും ഇല്ലാതായിട്ടുണ്ട്. ഇവരെയാണ് നമ്മൾ പുനരധിവസിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് ആദ്യം ഉണ്ടാകേണ്ടത് ജീവിതത്തോട് അവർക്കൊരു അഭിനിവേശം ഉണ്ടാകലാണ്. ഒരു ദുരന്തം ഉണ്ടായാലും പിന്നെ അവർ ഏത് രീതിയിൽ ഇതിനോട് പ്രതികരിക്കും. മനുഷ്യന് പല പ്രതികരണ രീതികളുണ്ട്. ഇപ്പോൾ ഒരു ഷോക്ക് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവൻ പ്രതികരിക്കാവുന്ന പല രീതിയിലുള്ള സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, ചിലർ അതോടുകൂടി ജീവിതത്തിനോടുള്ള അഭിനിവേശം ഇല്ലാതായി പോകും. ചിലരിതിനെ ഒരു ചലഞ്ചായിട്ടെടുക്കും, ഒരു വെല്ലുവിളിയായിട്ടെടുക്കും. ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ മുറിപ്പെടുത്തുന്ന ഒരു ട്രോമ ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം ആദ്യം ചെയ്യേണ്ടത് ഇവരറിയാതെ ഇവരുടെ മനസ്സിലേക്ക് കടന്നുകൂടാനുള്ളൊരു സംവിധാനം വേണം. കാരണം ഈ പറഞ്ഞ പ്രതികരണങ്ങളൊക്കെ തന്നെ ഇവരിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ അത്ര എളുപ്പമല്ല. വെൽ ട്രെയിൻഡ് ആയിട്ട് ഒരു സൈക്കോളജിസ്റ്റിന് മാത്രമേ ഇവരെങ്ങനെയാണ് ഈ ദുരന്തത്തെ ഉൾക്കൊണ്ടതെന്ന്. ചിലർ ഇപ്പോൾ ആ ദുരന്തം കഴിഞ്ഞ് ടി വിയിലൊക്കെ ചിലപ്പോൾ ഇൻ്റർവ്യൂ കാണുമ്പോൾ ചിലർ നിസ്സംഗരായി നിന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ നിസ്സംഗരായി നിന്ന് പറയുന്നവർ ആ ഷോക്കിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത്. നമുക്ക് തോന്നുന്നു ഇവരെന്താ ഇത്ര ഒരു പ്രതികരണം ഇല്ലാതെ, അവരുടെ ബന്ധുക്കൾ മരിച്ചിട്ട് അല്ലെങ്കിൽ മക്കൾ മരിച്ചിട്ട് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ മരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, ഇവർക്കൊരു വികാരമില്ലേ? അവർ ശരിക്കും അവരൊരു മെൻ്റൽ ഷോക്കിൽ നിൽക്കുകയാണ്. അവർ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവർക്കത് ആ പ്രതികരണത്തിൽ കൂടെ, ഈ പ്രതികരണത്തിൽ നല്ല രീതിയിൽ പ്രതികരിച്ചവർ ഒരുപക്ഷെ ഷോക്കിനെ അതിജീവിച്ചവരാണ്. അതുകൊണ്ട് മറ്റുള്ളവർ ഷോക്കിനെ അതിജീവിച്ചിട്ടില്ല. അപ്പം മാനസികമായ ഒരു സപ്പോർട്ടാണ് അവർക്ക് ആദ്യം വേണ്ടത്. അത് ഞങ്ങൾ സൈക്കോളജിസ്റ്റാണെന്ന് പറഞ്ഞ് പോയി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റൊന്നും അല്ലാതെ അവരറിയാതെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നുകൂടാൻ സോഷ്യൽ വർക്കേഴ്സിന് കഴിയണം. എന്നാൽ മാത്രമേ അത് വിജയിക്കുള്ളൂ. അത് കഴിയും. കാരണം ട്രെയിൻഡ് സോഷ്യൽ വർക്കേഴ്സിന് അത് കഴിയും. ഇവരറിയാതെ, ഈ പുനരധിവസിക്കപ്പെടുന്ന ആളുകളിലേക്ക് അവരറിയാതെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കടന്നുകൂടിയേ അവരെ മാറ്റാൻ കഴിയുള്ളൂ. ഇത് പല രാജ്യങ്ങളിലും പണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ജൂതന്മാരാണ്. ഒരുപാട് സോഷ്യൽ ഷോക്സിനെയും നാച്ചുറൽ ഷോക്സിനെയൊക്കെ അതിജീവിച്ച ഒരു ജനതയാണ് ജൂതന്മാർ. ഇന്ന് അവർ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ലോകനായകത്വത്തിലേക്ക് അവർ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ തന്നെ ഇങ്ങനെയുള്ള സാമൂഹ്യ സംഘടനകൾ പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണത്. അതുകൊണ്ട് ഇവരെ പുനരധിവസിപ്പിക്കുമ്പോൾ ഇവരുടെ കൂടെ ഇടപഴകാൻ പറ്റിയ ഒരു വലിയ, അവരറിയാതെ അവരുടെ കൂടെ ഇടപഴകാൻ പറ്റിയ ഒരു വലിയ ട്രെയിൻഡ് ഗ്രൂപ്പിനെ വിടേണ്ടിയിരിക്കുന്നു. അത് നിങ്ങളെ പരിശീലിപ്പിക്കാൻ വന്നവരാണെന്ന് പറയാതെ അവരുടെ ഭാഗമായി മാറാൻ പറ്റുന്നത്. രണ്ടാമത്, ഇവരെ ഇനി പുനരധിവസിപ്പിക്കുന്ന പ്രദേശത്തെക്കുറിച്ച് ഒരു വ്യാപകമായ പരിസ്ഥിതി പഠനം നടത്തിയതിന് ശേഷം മാത്രമേ അവരെ പുനരധിവസിപ്പിക്കാവൂ. 3, ഇപ്പോൾ ഭൂമിയും വീടുമൊക്കെ അവിടെ ഉള്ളവർക്ക് തന്നെ അടുത്ത കാലത്ത് അങ്ങോട്ട് വരാനുള്ളൊരു മാനസികാവസ്ഥ പലർക്കും ഉണ്ടാവില്ല. പിന്നെ മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. മഹാഭാരതത്തിൽ യുധിഷ്ഠിരൻ പറയുന്ന പോലെ ഏത് നിമിഷവും നമ്മൾ മരിക്കാമെന്ന് അറിഞ്ഞിട്ടും അത് മറന്നുകൊണ്ട് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും വലിയ മഹാത്ഭുതം എന്ന് യുധിഷ്ഠിരൻ ഒരിക്കൽ പറയുന്നുണ്ട്. അത് സത്യമാണ്. കാരണം ഇതൊക്കെ 1-2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക്, ഇപ്പോൾ തന്നെ നോക്കൂ, 1-2 ദിവസത്തെ ഷോക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ വിശപ്പിൻ്റെ വിളി അവനെ ഉണർത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവന് സ്വാഭാവികമായിട്ട് ഭക്ഷണം കഴിക്കാൻ പോകണം. അപ്പോൾ മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളൊന്നും മാറ്റിവെക്കാൻ കഴിയില്ല. അത് ദുരന്തം വന്നാലും ഇല്ലെങ്കിലും മാറ്റിവെക്കാൻ കഴിയില്ല. അതുണ്ടാവും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു പരിണാമം ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഉള്ളിലും ഇവരുടെ ആ ഒരു ആക്റ്റീവ് മെൻ്റൽ സ്റ്റേജ്, എന്തെങ്കിലും ചെയ്യാം, എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ചെയ്തേ തീരൂ എന്നുള്ളൊരു മാനസികാവസ്ഥ പോയിട്ടുണ്ടാവും. ഇനി ഇങ്ങനെ കഴിഞ്ഞുകൂടിയാൽ മതി, സോസോ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഇങ്ങനെയൊക്കെ മതി എന്നുള്ളൊരു ചിന്തയിലേക്ക് അവരെ അധപ്പതിക്കാൻ വഴിയുണ്ട്. ഈവൻ വർക്കിംഗ് ഏജിലുള്ളവർ തന്നെ എല്ലാം നഷ്ടപ്പെട്ടു പോയവർക്ക് ഇനിയൊരു പുനർനിർമ്മാണം സാധ്യമാണോ? പ്രത്യേകിച്ചും അതൊരു 50 വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് അങ്ങനെ ഒരു ചിന്തകൾ വരും. പറ്റില്ല, സ്വാഭാവികമല്ലാതെ. പക്ഷേ ചിലരൊക്കെ ഈ ഷോക്കിനെ അതിജീവിക്കും. രണ്ടാമത്, ഇവർക്ക് പുനരധിവസിക്കാൻ കൊടുക്കുന്ന സ്ഥലങ്ങൾ ഇവരെ മാറ്റിമറിക്കാൻ പറ്റില്ല. അവിടെ കളക്റ്റീവ് ലിവിങ്ങിന്, കാരണം ഇവരൊക്കെ ദുരന്തം അഭിമുഖീകരിച്ച് സ്വന്തമായി ഉണ്ടായിരുന്നത് പലതും നഷ്ടപ്പെട്ടുകൊണ്ട് ഇനി ഒരു സമൂഹത്തിൻ്റെ സപ്പോർട്ട് അവർക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഇവരെ ഒരു കളക്റ്റീവ് ലിവിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. നമ്മുടെ ആ കളക്റ്റീവ് ലിവിങ് കേരളത്തിൽ വളരെ കുറവാണ്. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉള്ളതുപോലെ നമ്മളൊരു കളക്റ്റീവ് ലിവിങ് അല്ല. പക്ഷേ എനിക്കറിയാൻ കഴിഞ്ഞിടത്തോളം ഈ മുണ്ടക്കൈ അതുപോലെ ഈ ചൂരൽമല ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നവർ നമ്മുടെ സാധാരണ കേരളീയ ജനതയെ അപേക്ഷിച്ച്
കളക്റ്റീവ് ലിവിങ് കൂടുതലുണ്ടായിരുന്നത്. കളക്റ്റീവ് ലിവിങ് എന്ന് പറഞ്ഞാൽ പരസ്പര സഹായത്തോടു കൂടിയുള്ള സൗഹൃദങ്ങളോടുകൂടി ജീവിച്ചു. അത് ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. പ്രത്യേകിച്ചും നമുക്കറിയാം ഈ വന്യമൃഗങ്ങൾ, കാട് ഒക്കെയുള്ള സ്ഥലത്ത് ജീവിക്കുന്നവർ തമ്മിൽ ഈ വിദേശത്ത് പോയി താമസിക്കുന്നവർ മലയാളികൾക്കുള്ളൊരു ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പോലെ ഇവർക്കും ഉണ്ടാകാറുണ്ട്. കാരണം അത് അവരുടെ സർവൈവലിൻ്റെ, അവരുടെ പിടിച്ചു നിൽക്കലിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒന്നിച്ചുണ്ടാവും എന്നുള്ള ഒരു ആ ഫീലിംഗ്. ഇപ്പോൾ ഈ ദുരന്തം തന്നെ വന്നപ്പോൾ നോക്കൂ, ഒരാൾ അറിഞ്ഞ ഉടനെ തന്നെ പലരെയും വിളിച്ച് കുറേ പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിൻ്റെ എറണാകുളം പോലൊരു ഭാഗത്താണെങ്കിൽ അറിയുന്നവൻ അപ്പോൾ രക്ഷപ്പെടും എന്നല്ലാതെ അടുത്ത് നിൽക്കുന്നവനെ കൂടി രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ശ്രമം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് നമ്മുടെ സോഷ്യൽ ലൈഫിൽ വരുന്ന ഒരു ചേഞ്ചാണ്. അപ്പം ഇവരെ ഒരു കളക്റ്റീവ് ഗ്രൂപ്പായിട്ട് ഒന്നിച്ച് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് വേണം കൊണ്ടുവരാൻ പറ്റുക. അതുകൊണ്ട് സർക്കാരിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങളൊന്നും പോരാ. ഭൂമി കൊടുക്കുക, വീട് കൊടുക്കുക, എന്നിട്ട് നിങ്ങളെന്തായിക്കോളൂ എന്ന് പറയുന്ന ആ രീതിയിലാകാൻ പറ്റില്ല. ഇതൊക്കെ സാധാരണ സർക്കാരുകൾ ചെയ്യുന്ന രീതികളാണ്. മറിച്ച് എനിക്ക് തോന്നുന്നത് ഇവരെ പുനരധിവസിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പറ്റുന്നത് 3 വിഭാഗങ്ങൾക്കാണ്. ഒന്ന് NGOസിന്, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ്, കമ്മിറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിന് മുൻകൈ നിൽക്കാം. പക്ഷേ അവർക്ക് ഫണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ആ ഫണ്ട് കൃത്യമായ രീതിയിൽ സർക്കാരിന് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അതുപോലെ ഭൂമി ഇപ്പോൾ ഒരു പ്രശ്നമേ അല്ല. കാരണം ഇന്നലെ ആരോ കണക്ക് പറയുന്നത് കേട്ടു, ഇപ്പോഴ് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള വിഭവങ്ങളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു കുടുംബത്തിന് 40 ലക്ഷം രൂപ വെച്ച് കൊടുക്കാനുള്ള വിഭവം ഇപ്പം തന്നെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പണം കേരളത്തിനൊരു പ്രശ്നമല്ല. അത് കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് പല ദുരന്തങ്ങളെയും നമ്മൾ കാണുന്ന പണമല്ല പ്രശ്നം. ഇനി ഈ ദുരന്തങ്ങളല്ലെങ്കിലും ഇപ്പോൾ അടുത്ത കാലത്ത് ഏതോ ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിദേശത്ത് ജയിലിലുണ്ടായിരുന്ന ഒരാളിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ആഴ്ച കൊണ്ട് 30 കോടി രൂപ മലയാളികൾ കളക്ട് ചെയ്തെന്ന് കണ്ടു. അപ്പോൾ അതുകൊണ്ട് പണം കേരളത്തെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. എനിക്ക് ഓർമ്മ വരുന്ന പഴയൊരു കഥയാണ്. അതായത് തിരുവനന്തപുരത്ത് MG കോളേജ് ഉദ്ഘാടനത്തിന് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് രാജഗോപാലാചാരിയാണ് വന്നത്. അപ്പോൾ രാജാജി അന്ന് NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ മന്നത്ത് പത്മനാഭനോട് ചോദിച്ചു അത്രേ, ഈ കെട്ടിടമൊക്കെ ഉണ്ടാക്കാനുള്ള പൈസയൊക്കെ റെഡിയാണോ എന്ന് ചോദിച്ചു. അപ്പം മന്ന് പറഞ്ഞൊക്കെ റെഡിയാണ്, ദാ നിൽക്കുന്നവരെ കണ്ടില്ല, എല്ലാം അവരുടെ പോക്കറ്റിലുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ അതെല്ലാം വാങ്ങി അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു. അതുപോലെ മന്നത്തിൻ്റെ ആ പ്രസ്താവനയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. കേരളത്തിനൊക്കെ ഉള്ള പണമുണ്ട്, ഇപ്പം തന്നെ കിട്ടിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇനി കിട്ടിക്കഴിഞ്ഞില്ലെങ്കിലും ഇവിടെ എത്ര പണം വേണമെങ്കിലും അത് തരാൻ ആളുണ്ട്. എനിക്കൊരു പഴയ കഥയാണ് ഓർമ്മ വരുന്നത്. ഞാൻ ഒരു 10-30 കൊല്ലം 25 കൊല്ലം മുന്നേ ഒരിക്കൽ പാലക്കാട് സൗഹൃദവേദി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. അത് ആരംഭകാലം തൊട്ട് തന്നെ ഞാൻ എൻ്റെ പ്രസിഡൻ്റാണ്. ഒരുപാട് ഈ സൗഹൃദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ഒരു 10-22 കൊല്ലം മുമ്പ് ഒരിക്കൽ നമ്മളൊരു സൗഹൃദ ജാഥ നടത്താൻ വേണ്ടി കുറേ വാഹനങ്ങളൊക്കെ ആയിട്ട് ജില്ല മുഴുവൻ സൗഹൃദ ജാഥ നടത്താൻ വേണ്ടിയിട്ട് പാലക്കാട് ഒരു വലിയ വ്യാപാരിയുടെ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു ചെറിയ സഹായം വേണ്ടി വരും, ഇങ്ങനൊരു സൗഹൃദ ജാഥ നടത്താനാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അപ്പോൾ ഞങ്ങളൊരു ചെറിയ സംഭാവന പ്രതീക്ഷിച്ചതെന്ന്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എത്ര രൂപ വേണ്ടി വരും? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 2-3 ലക്ഷം രൂപ വേണ്ടി വന്നേക്കും മൊത്തം. അത് ഞങ്ങൾ പലരിൽ നിന്നാണ് പിരിക്കാൻ പോകുന്നത്, അതിലൊരു ചെറിയ സംഭാവനയ്ക്ക് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മേശവലിപ്പ് തുടർന്നു. അതിനകത്ത് ലക്ഷക്കണക്കിന് രൂപ കിടക്കുക. പാലക്കാട്ടെ ഏറ്റവും വലിയ വ്യാപാരിയാണ്. ലക്ഷക്കണക്കിന് രൂപ അതിൽ കിടക്കുക. അതാ എത്ര രൂപ ആണെങ്കിലും ഇതിന് എടുത്തിട്ട് വയ്ക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ വേണ്ട. പണം കണ്ടപ്പോൾ എനിക്ക് പേടി. എന്താണെന്നറിയാമോ, ഏതൊരു പരിപാടിക്കും പണം മുൻകൂട്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പണം ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയായിട്ട് മാറും. പിന്നെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു പൈസയും വേണ്ട, ഇത് മുഴുവൻ നടത്തി കഴിഞ്ഞതിന് ശേഷം എത്ര ചിലവായെന്ന് ഞാൻ വന്ന് പറയാം, ആ ചിലവിനുള്ള പൈസ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചത് ഒരു മനുഷ്യൻ്റെ ആ മനസ്സാണ്. മേശവലിപ്പ് ലക്ഷക്കണക്കിന് രൂപ ഇരിക്കുന്ന മേശവലിപ്പ് തുറന്നിട്ട് എത്ര വേണമെങ്കിലും എടുത്തിട്ട് പോയി എന്ന് പറയാൻ മനസ്സുള്ളവർ ഈ കേരളത്തിലുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം വലിയ വ്യാപാരിയാണ്, ശരി തന്നെ. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ ചെറിയൊരു ഭാഗം, പക്ഷേ അതല്ല, ആ മനസ്സാണ് പ്രധാനം. അതുകൊണ്ട് അങ്ങനെ മനസ്സുള്ള ഒരുപാട് പേര് കേരളത്തിലുണ്ട്. ഇത് എന്നെ അത്ഭുതപ്പെടുത്തിയതാണ്. ഞാൻ ഒരുപാട് വേദികളിൽ ഈ കഥ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വയനാട്ടിൽ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഫണ്ടിന് ഒരു ക്ഷാമവും കേരളത്തിലുണ്ടാകില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. കാരണം മലയാളിയുടെ മനസ്സ് എല്ലാവരും ഒരുപോലെയൊന്നല്ല. ഇപ്പോൾ ഇവിടെ 340 ലക്ഷം ജനങ്ങളുണ്ടെങ്കിൽ അതിലൊരു 1000 പേര് വിചാരിച്ചാൽ ചെയ്യാവുന്ന കാര്യം ഇതിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവരെ നല്ല രീതിയിൽ തന്നെ പുനരധിവസിപ്പിച്ച് ഇതിലുണ്ടാകാവുന്ന ഷോക്കിൽ നിന്ന്, ഇനി സാധാരണഗതിയിൽ ചെയ്യുന്നത്
ഈ പുനരധിവസിപ്പിക്കാൻ വേണ്ടി സർക്കാർ അതിൻ്റെ ഇപ്പോൾ ഞാൻ പല പുനരധിവാസ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലത്തൂർ പുനരധിവാസ പദ്ധതി, അതുപോലെ ആദിവാസി പുനരധിവാസ പദ്ധതി, അട്ടപ്പാടിയിൽ 100 ചില്ലാനും വീടുകൾ തന്നെ ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ പുനരധിവാസ പദ്ധതിയുടെ പ്ലാൻ എങ്ങനെയാണെന്നൊരു ഏകദേശ ധാരണ എനിക്കുണ്ട്. ഒരു ടൈപ്പ് ഡിസൈൻ ഉണ്ടാക്കും, ഇങ്ങനൊരു വീടുണ്ടാക്കും, നിങ്ങളതിൽ താമസിച്ചു എന്ന് പറഞ്ഞിട്ട് സർക്കാർ ഉണ്ടാക്കി കൊടുക്കും. അവർ പലരും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന വീടുകൾ വാടകയ്ക്ക് കൊടുത്തിട്ട് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കും. അതേ അനുഭവമാണിത്. കാരണം അവർക്കവിടെ അതുകൊണ്ട് ഈ പുനരധിവാസം തുടങ്ങുന്നതിന് മുന്നേ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീറ്റിംഗ് ആവശ്യമാണ്. ആരെയാണോ നമ്മൾ പുനരധിവസിക്കാൻ പോകുന്നത് അവരുടെ മനസ്സിലുള്ള സങ്കല്പങ്ങളെക്കുറിച്ച്, ഇതിനൊന്നും വലിയ ചിലവൊന്നുമുള്ള കാര്യമല്ല. ഇപ്പോൾ 100, 300, 400, 500 ആളുകളെ വിളിച്ച് ഇത് ചർച്ച ചെയ്യാൻ. ഞാനൊരു പഴയ അനുഭവ കഥ തന്നെ പറയാൻ വേണമെങ്കിൽ, ഈ പാലക്കാട് കൽപ്പാത്തി ഗ്രാമം പുനരുദ്ധരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് ഹെറിറ്റേജ് ഡെവലപ്മെൻ്റാണത്, പൈതൃകം സംരക്ഷിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട്. അപ്പം അന്ന് കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ് അതിന് മുൻകൈയെടുത്തത്. കേരള ടൂറിസത്തിൻ്റെ ഒരു പ്രധാന ഉദ്യോഗസ്ഥൻ, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് കൽപ്പാത്തിയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, നമുക്ക് കൽപ്പാത്തി ഒന്ന് ഒരു ഹെറിറ്റേജ് വില്ലേജായിട്ട് ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു ദിവസം വരൂ, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ കൽപ്പാത്തി പോയി ചിലരുമായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ തന്നെ കൽപ്പാത്തിയിലെ ആളുകൾ മുഴുവൻ പ്രതികരിച്ചു തുടങ്ങി. ഇതൊന്നും ഇവിടെ പറ്റില്ല, ഞങ്ങളുടെ ഗ്രാമം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വരികയാണെന്നൊക്കെയുള്ള രീതിയിൽ പ്രതികരിച്ചു. അപ്പോൾ അത് ബുദ്ധിമുട്ടാവും തോന്നി. ഞാൻ എന്ത് ചെയ്തു, അന്നത്തെ കൽപ്പാത്തിലൊരു കൗൺസിലറുമായിട്ട് സംസാരിച്ചു. നിങ്ങൾ ഈ പറഞ്ഞ പ്രതികരിക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടു, ഞങ്ങൾ വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അവരെല്ലാവരും കൂടെ വിളിച്ചു കൂട്ടി. അവിടെ ചെന്ന് ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവരിത് പറ്റില്ല എന്നൊക്കെയാണ് അഭിപ്രായം പറഞ്ഞത്. ഞങ്ങളുടെ ഗ്രാമത്തെ തൊട്ട് കളിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ശോഭമൊക്കെ തീർന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ അവരോട് പറയുകയുണ്ടായി, നിങ്ങളുടെ ഗ്രാമത്തിൻ്റെ പാരമ്പര്യത്തെ നിലനിർത്താൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ. മനസ്സിലായില്ലേ? അപ്പം നിങ്ങളുടെ ഗ്രാമത്തിൻ്റെ പൈതൃകം എന്ന് പറഞ്ഞപ്പോൾ ആ ഗ്രാമത്തിന് അതിൻ്റേതായ ഒരു ചിട്ടവട്ടമുണ്ട്, അഗ്രഹാരങ്ങൾക്ക് അതിൻ്റേതായ ഒരു ശില്പരീതിയുണ്ട്, ഇതൊക്കെ നിലനിർത്തണം. അപ്പം ആളുകൾ എതിർക്കാൻ കാരണം എന്താണെന്നറിയാം, ഗ്രാമത്തിലുണ്ടായിരുന്ന പല വീടുകൾക്കും അതിൻ്റെ പുറകിലുള്ള ഭാഗം, ഈ ഗ്രാമത്തിലെ അഗ്രഹാരങ്ങൾക്ക് പുറകിലുള്ള ഭാഗം പൊളിച്ചിട്ട് അവർക്ക് വേണ്ട മോഡേൺ കൺവീനിയൻസൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തടസ്സപ്പെടും എന്നുള്ളതാണ് അവർക്കുണ്ടായിരുന്ന ഭയം. ഇങ്ങനൊരു പൈതൃക ഗ്രാമമായി വന്നു കഴിയുമ്പം പഴയ കെട്ടിടങ്ങൾ പൊളിക്കാൻ അനുവാദം വരില്ല എന്നുള്ളൊരു പേടി വന്നു അവർക്ക്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞു, നിങ്ങളത് പേടിക്കണ്ട, ഗ്രാമത്തിൻ്റെ ഫെസൈഡേ നമ്മൾ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൻ്റെ മുൻവശം കണ്ടു കഴിഞ്ഞാൽ അഗ്രഹാരത്തിൻ്റെ ലുക്കുകളൊന്നും നശിക്കാതെ അതിനെ പുനരുദ്ധരിക്കണം. പക്ഷേ പിറകിൽ നിങ്ങൾക്ക് നിർമ്മാണത്തിന് തടസ്സം ഉണ്ടാവില്ല. അത് പറഞ്ഞപ്പോൾ തന്നെ ഇവരുടെ പ്രതിരോധം ഇല്ലാതായി. അവർക്കുണ്ടായിരുന്ന ഭയം അത് മാത്രമാണ്. അവർക്ക് അതിൻ്റെ പിറകിലുള്ള അത്യാവശ്യം, കാരണം പഴയ അഗ്രഹാര വീടുകളിലൊന്നും കാറ്റും വെളിച്ചമൊന്നും പ്രോപ്പറായിട്ട് കയറാത്ത പല മുറികളുണ്ട്. അപ്പോൾ അവർക്ക് മെച്ചപ്പെട്ട രീതിയിൽ അഗ്രഹാരത്തിൽ ഇപ്പോൾ പോയി നോക്കിയാൽ അറിയാം, അതിൽ ഫ്രണ്ടിൽ 1-2 മുറി കഴിഞ്ഞാൽ പുറകിൽ ചിലപ്പം നല്ല ടെറസ് കോൺക്രീറ്റ് കെട്ടിടങ്ങളുണ്ടാവും. അത് തടസ്സപ്പെടുന്നുള്ള ഈ ഒരു ഭയത്തിൽ നിന്നാണ് ആ പ്രതിരോധം വന്നത്. പക്ഷേ പിന്നീട് നമുക്ക് ആ പദ്ധതി ഭംഗിയായിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കേൾക്കണം. ഇപ്പം നമ്മൾ ആരെയാണോ പുനരധിവസിപ്പിക്കാൻ പോകുന്നത്, സാധാരണ സർക്കാരുകളുടെ നടപടി, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കും, നിങ്ങൾ വേണമെങ്കിൽ ആയി കാട്ടിലെ തടി തേവരുടെ ആന വലിയുടെ വലി എന്ന് പറഞ്ഞ രീതിയിലാകുന്നു. അങ്ങനെ ആകരുത്. പുനരധിവാസ പദ്ധതിക്ക് മുമ്പ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീറ്റിംഗ് നടത്തി അവരുടെ ഉള്ളിലിരിപ്പ് എന്താണോ അവരെ ഒരു കൺസെൻസസിലേക്ക് കൊണ്ടുവന്ന് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞാൽ ഇത് ദീർഘകാല രീതിയിൽ നിലനിൽക്കും. മുമ്പ് അട്ടപ്പാടിയിൽ പുനരധിവാസ പദ്ധതിയിൽ ഞാൻ കുറേയധികം വീടുകൾ വെച്ചിട്ടുണ്ട്. അന്നുണ്ടായ ഒരു കാര്യം എനിക്കറിയാം. അന്ന് ഞങ്ങൾ ആദ്യം ചെയ്തത് ഇതുപോലെ പുനരധിവാസം നടത്തിയ പല സ്ഥലങ്ങളിലും പോയി നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ഉണ്ടാക്കി കൊടുത്ത വീടുകളിൽ അവർ താമസമില്ല. അതിനകത്ത് ആടിനെയും മാടിനെയൊക്കെ കെട്ടിയിട്ട് അവർ വേറെ ചാളകൾ ഉണ്ടാക്കി അതിനകത്ത് പോയാൽ കഴിയുന്നത്. കാരണം അവർക്ക് ഈ പറഞ്ഞ സർക്കാർ ഉണ്ടാക്കി കൊടുത്ത ആ റെഡിമെയ്ഡ് കെട്ടിടത്തിനകത്ത് ജീവിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവരുടെ ജീവിത രീതി അങ്ങനെയല്ല. അവർ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നൊരു പ്രത്യേക രീതിയിലുണ്ട്. എന്നാൽ ആ രീതിയിൽ വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയാഞ്ഞിട്ടില്ല. പക്ഷെ അതിനെക്കുറിച്ച് ആരും മെനക്കെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ബെനിഫിഷ്യറീസിൻ്റെ ഇംഗിതം മനസ്സിലാക്കി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന. അപ്പോൾ ഒരുപക്ഷെ പലരും ചോദിക്കും, ബെനിഫിഷ്യറി ഒരു വലിയ കൊട്ടാരമാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെയൊന്നും അവർ ചെയ്യില്ല. അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണയാണ്. കാരണം ഈ കോമൺ സെൻസ്, സാമാന്യജ്ഞാനം എല്ലാ മനുഷ്യനുമുണ്ട്. പുനരധിവാസത്തിനൊരു പദ്ധതി എന്ന് പറയുമ്പം നഷ്ടപ്പെട്ടു പോയ 5 ബെഡ്റൂമുള്ള ഒരു വീടുണ്ടാക്കി കൊടുക്കണമെന്നോ അല്ലെങ്കിൽ 2 നില മാളി ഉണ്ടാക്കി കൊടുക്കണമെന്നോ ഒന്നും ജനങ്ങൾ ആവശ്യപ്പെടില്ല. എന്ന് മാത്രമല്ല, അവരെ സംബന്ധിച്ച് പുനരധിവാസമാണ്, അല്ലാതെ ഒരു സുഖഭോഗ സൗകര്യങ്ങളുണ്ടാക്കി കൊടുക്കലല്ല.
ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പലരും വരാറുണ്ട്, നഷ്ടപ്പെട്ടു പോയത് വലിയ വീടുകളുണ്ടായിരുന്നവരുണ്ട്, അവർക്കൊക്കെ അതുപോലുള്ള വീടുകൾ ഉണ്ടാക്കി കൊടുക്കണേ. അവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് അവരധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഇനി നമ്മൾ ചെയ്തു കൊടുക്കുന്നത് മറ്റുള്ളവർ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ വ്യത്യാസം വരും. അപ്പോൾ അതിലൊരു കോംപ്രമൈസ് ആവശ്യമായിട്ട് വരും. എന്ന് വെച്ചാലും അതിൽ അർഹമായ സൗകര്യങ്ങളോട് കൂടി നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും. അതിൽ സർക്കാരുകൾ പലപ്പോഴും ഒരു ഗവൺമെൻറ് മെഷീനറി വെച്ച് വർക്ക് ചെയ്യുകയാണ് ചെയ്യാറ്. അതിന് പകരം ഇതിലുള്ള വിദഗ്ധരെ, എഞ്ചിനീയർമാരെ, ആർക്കിടെക്ടർമാരെ, NGOസിനെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, പരിസ്ഥിതി വിദഗ്ധരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം എടുക്കുന്നതെങ്കിൽ ആ രീതിയിൽ സർക്കാർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ സർക്കാരിലേക്ക് നിർദ്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. അതിന് വളരെ ശുഭകരമായൊരു മറുപടി മുഖ്യമന്ത്രിയിൽ നിന്ന് എനിക്ക് കിട്ടുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് ഇത് ആലോചിക്കാം എന്ന് പറഞ്ഞ് ഞാനും അതുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ടാകും. അങ്ങനെ ഒരു പുനരധിവാസമാണ് നമുക്ക് വയനാട് വേണ്ടത്. ഓക്കെ, എത്ര സമയം എടുക്കും ഇനി അവർ ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട്? ഇപ്പോൾ ഫാമിലിയിൽ 10-16 പേരെ നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കായി പോയ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇനി എവിടെയായിരിക്കും? ഇപ്പോൾ എത്ര കാലം അവർക്ക് ക്യാമ്പിൽ കഴിയാൻ പറ്റും? ചിലപ്പോൾ 1 മാസം കഴിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ അവരിനി അവരുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ, ഇപ്പോൾ വീട് വെക്കുകയാണെങ്കിലൊക്കെ ഒരുപാട് ടൈം എടുക്കുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടാവില്ല. അപ്പോൾ ഒരു 6 മാസം 1 വർഷം കൊണ്ട് അവർ ലൈഫിലേക്ക് തിരിച്ചു വരുമോ? ഇപ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ടത് ഇവരെ ക്യാമ്പിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. ഈ ക്യാമ്പ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ജയില് പോലെ, എത്ര സൗകര്യം കൊടുത്താൽ അത് നമുക്ക് അവർക്ക് ഭയങ്കര ഗിൽറ്റി ഫീലും തോന്നും. എത്ര കാലം വള്ളത്തോളിന്റെ കവിത പോലെ എനിക്ക് തോന്നാറ്, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന് പറഞ്ഞ പോലെ എത്ര സൗകര്യങ്ങൾ അവർക്ക് കൊടുത്താലും ഈ ക്യാമ്പിൽ ഈ ആടുമാടുകൾ വളരുന്ന പോലുള്ളൊരു സംവിധാനമേ നമുക്ക് പറ്റുള്ളൂ. അവർക്ക് നല്ല ആഹാരം കൊടുക്കാം, കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കാം, പക്ഷെ അതല്ലല്ലോ ഒരു മനുഷ്യൻ്റെ സ്വകാര്യത അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പരിപാലിക്കാൻ പറ്റില്ല. അതിന് എനിക്ക് തോന്നുന്ന ഒരു വഴി, കേരളത്തിൽ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെ വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഒഴിഞ്ഞ വീടുകളുള്ളത് കേരളത്തിലാണ്. ഏകദേശം 14-15 ലക്ഷം വീടുകൾ ഒഴിഞ്ഞിട്ടുണ്ട്. അതിൽ കുറവുള്ളത് വയനാട്ടിലാണ്. ഏറ്റവും കൂടുതലുള്ളത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഒഴിഞ്ഞ്. പാലക്കാട്ടും കുറേ അധികം ഒഴിഞ്ഞ വീടുകളുണ്ട്. അപ്പോൾ അത് അവിടെ തന്നെ താമസിക്കണമെന്ന് നിർബന്ധമില്ലാത്തവർ, കാരണം അവിടെ തന്നെ താമസിക്കണം എന്ന് പറഞ്ഞാൽ അതിലൊരു 1/3 ആളുകൾക്ക് വയനാട് തന്നെ താമസിക്കണമെന്ന് താല്പര്യം ഉണ്ടാകും. അവരുടെ ഭൂമിയും, അതുമാത്രമല്ല അവരുടെ ഭൂമിയും വീടും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, അവർക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയും. അങ്ങനെയുള്ളവർക്ക് വയനാടും, ബാക്കിയുള്ളവർക്ക് കേരളത്തിൽ എവിടെയെങ്കിലും ഉചിതമായ ഒരു ലൈവ്ലിഹുഡ് തേടിപ്പിടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഒഴിഞ്ഞ വീടുകൾ ഈ ഓസിനെടുക്കാൻ പോകുമ്പോഴാണ് പ്രശ്നം. അതിന് മാന്യമായ വാടക കൊടുക്കണം. അതിന് ഇപ്പോൾ 100 വീടുകൾക്ക് 10,000 രൂപ വെച്ച് വാടക കൊടുത്താൽ തന്നെ 10 ലക്ഷം രൂപ ഒരു മാസത്തേക്കാവുന്നുള്ളൂ. സർക്കാരിന് ഇപ്പം തന്നെ എത്രയോ കോടികൾ കിട്ടിക്കഴിഞ്ഞു, മനസ്സിലായില്ലേ? അതുകൊണ്ട് വാടക കൊടുത്ത് തന്നെ എടുക്കണം. അത് നമ്മൾ മാത്രമല്ല, സർക്കാർ കെട്ടിയ ക്വാർട്ടേഴ്സുകൾ, കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് കെട്ടിയ വീടുകൾ, ഇതൊക്കെ പാലക്കാട് ജില്ലയിൽ തന്നെ ഉണ്ട്. വയനാട് കുറവാണ്, പക്ഷെ മറ്റ് ജില്ലകളിൽ ഒരുപാട് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഹൗസിംഗ് ബോർഡ് കെട്ടിയ വീടുകൾ, വിൽക്കാൻ വേണ്ടി കെട്ടിയ വീടുകൾ, ഇതൊക്കെ ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഒന്ന് ക്ലീനപ്പ് ചെയ്തിട്ട് ഇവർക്ക് കൊടുക്കണം. ഇപ്പോൾ സർക്കാരിൻ്റേതാണെങ്കിലും ഇപ്പം ഒരു ബോർഡിൽ നിന്ന് ഇപ്പോൾ KSEBയുടെ അല്ലെങ്കിൽ KSHBയുടെ വീടുകൾ എടുക്കുകയാണെങ്കിൽ അതിനൊരു മിനിമം വാടക തീരുമാനിച്ച് അവർക്ക് കൊടുക്കാൻ കഴിയണം. അത് അങ്ങനെ പല ക്വാർട്ടേഴ്സുകൾ, NGO ക്വാർട്ടേഴ്സുകളൊക്കെ പലയിടത്തും ഉണ്ട്, പല സ്ഥാപനങ്ങളുടെ ക്വാർട്ടേഴ്സുകൾ തന്നെയുണ്ട്. ഇതെല്ലാം നമുക്ക് എടുത്തിട്ട് തൽക്കാലം, അത് പ്രത്യേകിച്ചും ഈ പട്ടണപ്രദേശത്തൊക്കെയുള്ള ക്വാർട്ടേഴ്സുകളാണെങ്കിൽ ഇവർ തയ്യാറാകും. കാരണം അവിടെ എന്തെങ്കിലും ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം പോലുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും ഉപജീവനം വയനാട് പോലെയല്ല. അത് തൽക്കാലം വാടകയ്ക്ക് എടുത്തിട്ട് ഇവരെ പുനരധിവസിപ്പിക്കണം. 3-2 ഭാഗത്തെ അങ്ങനെ പുനരധിവസിപ്പിക്കണം. 3-1 ഭാഗത്തിന് മാത്രം വയനാട് ജില്ലയിൽ പുനരധിവാസം വേണ്ടി വരും. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവർക്ക് അവരുടെ ഈ ഭൂമിയിലേക്ക് പോകാനും വരാനുമുള്ള സംവിധാനം വേണ്ടി വരും. അതിനുള്ള സൗകര്യം വയനാട്ടിൽ തന്നെ ഉണ്ടാവും. കാരണം ഇപ്പം തന്നെ അതിന് ശ്രമം തുടങ്ങി നിറഞ്ഞിട്ടുണ്ട്, വയനാട് ജില്ലയിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളും മറ്റുമൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരെ അങ്ങനെ പുനരധിവസിപ്പിക്കും. 1 കൊല്ലത്തിനകമെങ്കിലും ഈ പുതിയ സംവിധാനം നിലവിൽ വരണം. 1 കൊല്ലത്തിൽ കൂടുതൽ അവരെ എങ്ങനെ വാടകയ്ക്ക് നിർത്തരുത്. ആ 1 കൊല്ലം ഇവർക്കൊരു സബ്സിസ്റ്റൻസ് അലവൻസ് കൊടുക്കണം. കാരണം ഇവർക്ക് പെട്ടെന്ന് പോയൊരു സ്ഥലത്ത്, ഇപ്പോൾ വയനാടുണ്ടായിരുന്ന ഒരാളിന് തിരുവനന്തപുരത്ത് പോയിട്ട് പെട്ടെന്നൊരു ജോലി തേടി എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടൊരു ഉപജീവനത്തിനുള്ള അലവൻസ് 1 മാസത്തേക്ക് അവർക്ക്, 1 വർഷത്തേക്കെങ്കിലും അവർക്ക് കൊടുക്കണം. അതുകൂടാതെ ഒരു കോളനി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇവരൊക്കെ ഒരു കൂട്ടായ, അല്ലാതെ ഒറ്റപ്പെട്ട വീടുകൾ അവിടെ ഇവിടെ വെച്ച് കൊടുക്കൽ പ്രായോഗികമല്ല. ഒരു കോളനി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു റെസിഡൻഷ്യൽ കോളനിയിൽ ഉപജീവന മാർഗത്തിനുള്ള വഴിയും കൂടെ കണ്ടെത്തിക്കൊണ്ട് വേണം ഒരു കോളനി ഡെവലപ്പ് ചെയ്യാൻ.
അപ്പോൾ അവിടെ ഒരു സബ്സിസ്റ്റൻസ് ലൈവ്ലിഹുഡ് വേണം. അതായത് ഇവരൊക്കെ അവർ ജീവിച്ചിരുന്ന സ്ഥലങ്ങളിൽ പലയിടത്തും അത്യാവശ്യം കഴിഞ്ഞുകൂടാനുള്ള ചെറിയ ചെറിയ കൃഷിയും മറ്റു വരുമാനങ്ങളും, അല്ലെങ്കിൽ തോട്ടമേഖലയിൽ തോട്ടത്തിലെ ജോലിയും പശുവും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ചില വഴികൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ തുടങ്ങുന്ന ഒരു കോളനിയിൽ ഒരു മിൽക്ക് സൊസൈറ്റി എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ? അപ്പോൾ അവിടെ ഇൻഡിവിജ്വൽ ഇപ്പോൾ ഒരു 5-10 സെൻറ്റ് ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ 5 സെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ പശുവിനെ വളർത്തുന്നതിനും തടസ്സമില്ല. അങ്ങനെയുള്ള വഴികളുണ്ട്. ഇവർക്കൊക്കെ ഈ വയനാട്ടിലുള്ളവർക്ക് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കാർഷിക രീതികളിൽ നല്ല പരിചയമുള്ളവരാണ്. അവരങ്ങനെ ജീവിച്ചവരാണ്. അതുപോലെ ഹാൻഡിക്രാഫ്റ്റ്സ് അറിയാവുന്ന ഒരുപാട് പേര് ഇതിലുണ്ട്. അവർക്ക് ചെറിയ ഷോപ്സ് ആകുക എന്ന് മാത്രമല്ല, അതാത് പട്ടണങ്ങളിൽ തന്നെ ഇവരെ അധിവസിപ്പിക്കുന്നതിനടുത്തുള്ള പട്ടണങ്ങളിൽ തന്നെ ഇങ്ങനെയുള്ള സെയിൽസ് ഔട്ട്ലെറ്റ് കൊടുക്കുക, പിന്നെ കോഴി വളർത്തൽ, ഇങ്ങനെയൊക്കെയുള്ള പോസിബിളായിട്ടുള്ള ലൈവ്ലിഹുഡ് ആക്ടിവിറ്റീസിൻ്റെ കൂടെ ഇൻവോൾവ് ആയിരിക്കണം. വെറുതെ കൊണ്ടുപോയി പറിച്ച് നട്ടാൽ മാത്രം പോരാ, അവിടെ അവർക്ക് സർവൈവലിനുള്ള വഴി കൂടി അതിന് പറ്റും. കാരണം ഇപ്പം തന്നെ 100 ഏക്കർ കൊടുക്കാവുന്ന ഒരാൾ ഓഫർ കൊടുത്തായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെ ഏക്കറുകൾ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ 100 ഏക്കർ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 500 വീടുകളാണെങ്കിൽ 20 സെൻറ്റ് വെച്ച് കൊടുക്കാൻ പറ്റും. 20 സെൻറ്റിനകത്ത് ഈ പറഞ്ഞല്ല, ഇപ്പം ഞാൻ താമസിക്കുന്ന വീട് 20 സെൻറ്റിലാണ്. 20 സെൻറ്റിനകത്ത് നമുക്ക് ഈ പറഞ്ഞൊക്കെ ചെയ്യാൻ പറ്റും, ധാരാളം എല്ലാം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെയുള്ളത് ഈ ഓഫർ കിട്ടുന്നത് ഭേദപ്പെട്ട സ്ഥലങ്ങളാണെങ്കിൽ അത് തന്നെ ഗവൺമെൻറ് ടേക്കപ്പ് ചെയ്യാം. ഇനി ഓഫർ തരുന്നവരെക്കുറിച്ച് പല പല വിമർശനങ്ങളും പത്രത്തിൽ, അതെന്തായാലും നമ്മളിപ്പോൾ ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണി നോക്കണ്ട എന്ന് പറയുന്ന പോലെ നല്ലതാണെങ്കിൽ ആ ഓഫറുകൾ സ്വീകരിക്കണം. സർക്കാർ മാത്രമായിട്ടല്ല ഏറ്റെടുക്കണം എന്നില്ല. അപ്പോൾ ഇപ്പം തന്നെ സർക്കാരിന് ആവശ്യത്തിന് പണം കിട്ടുകയാണെങ്കിൽ 1 കൊല്ലം കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ സർക്കാർ മെഷീനറികൾ 1 കൊല്ലം കൊണ്ട് ഇത് ചെയ്യില്ല എന്നുള്ളതാണ് പ്രശ്നം. സർക്കാർ മെഷീനറികൾ പൊതുവേ സ്ലോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു ടാസ്ക് ഫോഴ്സിനെ വേണം. ആ ടാസ്ക് ഫോഴ്സിനകത്ത് NGOs, പ്രൊഫഷണൽസ്, എൻജിനീയേഴ്സ്, ആർക്കിടെക്ട്സ്, ഇങ്ങനെയുള്ള പ്രൊഫഷണൽസ് എല്ലാം ഉള്ള പ്രൊഫഷണൽ ഗ്രൂപ്പുകൾ, ഇവരെല്ലാം കൂടി ചേർത്തുകൊണ്ട് അതിൽ ഒന്നിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു തലപ്പത്തുള്ള ഒരു വലിയ ഉദ്യോഗസ്ഥന് അതിൻ്റെ മൊത്തമായ ചുമതല കൊടുത്തിട്ട് അത് കോർഡിനേറ്റിങ്ങിന് ഇങ്ങനെയുള്ള ആളുകളെ ഉൾപ്പെടുത്തുക. അതിൽ എക്സ്പീരിയൻസ് ഉള്ള, ഇപ്പം ഞാൻ തന്നെ എൻ്റെ എക്സ്പീരിയൻസ് മുഴുവൻ ഇതിന് ദാനമായിട്ട് ഓഫർ ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എനിക്ക് പല ഹൗസിംഗ് സ്കീംസിൽ വർക്ക് ചെയ്തിട്ടും കേരളത്തിലെ ഹൗസിംഗ് ബോർഡിൻ്റെയും നിർമ്മിതി കേന്ദ്രത്തിൻ്റെയൊക്കെ ചുമതല കുറേ കാലം വഹിച്ചിട്ടൊക്കെയുള്ള അനുഭവങ്ങളുണ്ട്. ഇതുപോലെ എത്രയോ പേരുണ്ടാവും കേരളത്തിൽ. അപ്പോൾ അവർക്കൊക്കെ അവരുടെ മുൻ അനുഭവങ്ങളെ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള അവസരം കൂടി കൊടുത്തിട്ട് സർക്കാർ ഒരു വലിയ ഒരു ടാസ്ക് ഫോഴ്സിനെ ഉണ്ടാക്കണം. ആ ടാസ്ക് ഫോഴ്സ് വേണം ഇതിന് നേതൃത്വം കൊടുക്കുക. എന്നാൽ മാത്രമേ ഇത് 1 വർഷം കൊണ്ട് തീർക്കുള്ളൂ. അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ റുട്ടീൻ മെഷീനറി ആയിട്ടുള്ള PWDയോ അല്ലെങ്കിൽ ഹൗസിംഗ് ബോർഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സംവിധാനത്തെ കൊണ്ട് മാത്രം ഇത് നടക്കില്ല. അപ്പോൾ ലത്തൂരിൽ അപകടം ഉണ്ടായപ്പോൾ കേരള ഗവൺമെൻറ് കുറേ വീടുകൾ വെച്ച് കൊടുക്കേണ്ട, അത് നമ്മളൊക്കെ അതിൽ ബന്ധപ്പെട്ടിരുന്നതാണ്. അന്ന് പല ഏജൻസികളായിരുന്നു, പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഏജൻസി. ലത്തൂർ മഹാരാഷ്ട്രയിലാണ്. കേരളത്തിലെ ഏജൻസിക്ക് അവിടെ പോയി വീട് വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ കേരളത്തിലെ സർക്കാർ ഏജൻസികൾ, സ്വകാര്യ ഏജൻസികളൊക്കെ അവിടെ പോയി വീട് വെച്ച് കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ ആര് വീട് വെക്കുകയാണെങ്കിലും അതിൻ്റെ കോർഡിനേഷൻ സർക്കാരിന് കൊടുക്കാൻ കഴിഞ്ഞാൽ ഈ പറഞ്ഞ സങ്കേതങ്ങളൊക്കെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ചെയ്യുകയാണെങ്കിൽ 1 വർഷത്തിനകം അത് ചെയ്യാൻ കഴിയും. 1 വർഷം എന്ന് പറഞ്ഞതൊരു ഇന്നത്തെ രീതിയിലുള്ള, അതുപോലെ അവിടെ കൊടുക്കുന്ന ഹൗസിങ്ങിനും ഇന്നൊവേഷൻ വേണം. അല്ല സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ കുറേ കാലം കരിങ്കല്ല് ഇട്ട് ഒരു അടിത്തറ കെട്ടി അത് കഴിഞ്ഞ് കുറേ കാലം ഇഷ്ടിപ്പണി ചെയ്തു, അങ്ങനെയല്ല. നമുക്ക് പുതിയ സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ട് എന്നാൽ പരിസ്ഥിതിക്ക് അനുകൂലമായ രീതിയിൽ ചെയ്യാൻ കഴിയുന്ന വീടുകൾ അവർക്ക് വെച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പാഠം പഠിക്കാനുണ്ട്. മനുഷ്യൻ ഇത്രയൊക്കെ ഉള്ളൂ എന്നാണോ, അതോ ഒരു നിമിഷം കൊണ്ടെല്ലാം അവസാനിക്കാമെന്നാണോ? എന്താണ് ശരിക്കും നമ്മൾ ഈ ഒരു ദുരന്തം നമ്മളെല്ലാവരും നേരിട്ട് കണ്ടതാണ്, ടി വിയിലൂടെയൊക്കെ. അത് അവരുടെ ആ ദുരന്തം അഭിമുഖീകരിച്ച ആൾക്കാരെ കണ്ടതാണ്. നമ്മൾ ശരിക്കും എന്താണ് പഠിക്കേണ്ടത്? അത് നമ്മൾ മലയാളികൾക്ക് പൊതുവെ ഈ ദുരന്തങ്ങൾ അധികം കണ്ട് പരിചയമില്ല. ഒന്നാമത് വലിയ യുദ്ധങ്ങളൊന്നും കേരളത്തിലുണ്ടായിട്ടില്ല. കേരളത്തിലുണ്ടായത് ഈ വാളും പരിചയമായിട്ടുള്ള യുദ്ധങ്ങളെ ഉണ്ടായിട്ടില്ല. അത് പണ്ടാണ്, വളരെ പണ്ടാണ്. അതിനുശേഷം കാര്യമായ യുദ്ധങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല. പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് തന്നെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്ന 2018 അതിനു മുമ്പ് വലിയ പക്ഷേ എനിക്ക് മുമ്പുണ്ടായിരുന്നൊരു ധാരണ, എന്തെങ്കിലും ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ മലയാളി അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതാണ്. പക്ഷേ മലയാളിയുടെ മാനസിക കൂട്ടായ്മ വളരെ ശക്തമാണെന്ന് എനിക്ക് രാഷ്ട്രീയ മതം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഉണ്ടാകുന്ന ഒരു കുഴപ്പം, മലയാളിയുടെ ഈ ദുരന്തമുഖത്തുള്ള പ്രവർത്തനത്തിൽ ആത്മാർത്ഥത അങ്ങേറ്റം കൂടുതലുണ്ട്. പക്ഷേ അതിൽ പരിശീലനം തീരെയില്ല. അതുകൊണ്ട് വോളണ്ടറി ഗ്രൂപ്പുകളെ എല്ലാ ജില്ലകളിലും സർക്കാർ പരിശീലിപ്പിക്കണം. ഇപ്പോൾ പല രാജ്യങ്ങളിലും
നിർബന്ധിത പട്ടാള സേവനമുണ്ട്. അതുപോലെ ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അത് ഇക്കാര്യത്തിൽ തന്നെയല്ല. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോഴും കേരളത്തിൽ ഒരു 20 മീറ്ററിൽ കൂടുതൽ പൊക്കമുള്ള 20 നിലയിൽ കൂടുതൽ പൊക്കമുള്ള ഒരു കെട്ടിടത്തിൽ ഒരു തീ വന്നാൽ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഇല്ല. എന്നാൽ 20 നിലയിൽ കൂടുതൽ പൊക്കമുള്ള ഒരുപാട് കെട്ടിടങ്ങൾ കേരളത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു വലിയ നല്ല പൊക്കമുള്ള ഒരു ഫ്ലാറ്റിൽ തീ പിടിച്ചാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്തിന് അതിനുള്ള മാർഗങ്ങളില്ല. മനസ്സിലായല്ലേ? അതുപോലെ ഇപ്പോൾ ഈ മണ്ണിടിച്ചിൽ വന്നപ്പോൾ നോക്കൂ, ആദ്യം അവിടെ ഓടിയെത്തിയത് സന്നദ്ധ പ്രവർത്തകരാണ്. അത് കഴിഞ്ഞ് ഉടൻ തന്നെ ഗവൺമെൻറ് മിഷനറി ഓടിയെത്തി. പക്ഷേ ഇവർക്കൊന്നും ഇപ്പോൾ പട്ടാളം എത്തുന്നവരേക്ക് മറുകരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളുണ്ടാക്കിയ ചെറിയ പാലം വരെ ഒലിച്ചു പോയി എന്നുള്ള ഗതികേട്. അതുകൊണ്ട് ദുരന്തത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പ് നമ്മളിപ്പോഴേ ചെയ്യണം. ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെല്ല് സംസ്ഥാന തലത്തിലുണ്ട്, PTP നഗറിൽ അതിൻ്റെ ഓഫീസൊക്കെ ഉണ്ട്. പക്ഷേ അതൊരു ഔദ്യോഗിക രൂപം എന്നുള്ളതിനപ്പുറത്തേക്ക് അവർക്ക് എന്തെങ്കിലും തയ്യാറെടുപ്പുള്ളതായിട്ട് എനിക്കറിയില്ല. ഈ ഇതിലും ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെല്ല് ഇപ്പോൾ എല്ലാ ജില്ലാ തലത്തിലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റീസ് ഉണ്ട്. ഇനി ഇതിലും വലിയ ദുരന്തം വരും കേരളത്തിൽ. കാരണം ഈ മഴ ഒരുപാട് ദുരന്തങ്ങളെ കൊണ്ടുവരും. കേരളത്തിലെ കാലാവസ്ഥ മാറി മറിയാണ്. ഇനി വരുന്ന എല്ലാ വർഷങ്ങളിലും കൊടും മഴ കേരളത്തിലുണ്ടാവും. അതിന് മാധവ് ഗാഡ്ഗിലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ രസകരമാണ്. അദ്ദേഹം പറയുന്ന എയറോസോളിൻ്റെ സാന്ദ്രത കേരളത്തിൽ വളരെ കൂടുതലാണെന്ന്. എയറോസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്തരീക്ഷത്തിൽ വരുന്ന പൊടിപടൽ. അതിന് അദ്ദേഹം പറയുന്നത് ക്വാറിയും കൊണ്ടെന്നാണ്. ക്വാറിയും കൊണ്ട് മാത്രമല്ല, പല കാരണങ്ങളുമുണ്ട്. എയറോസോളിൻ്റെ സാന്ദ്രത കേരളത്തിൽ വളരെ കൂടുതലാണ്. ഈ എയറോസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള സൂക്ഷ്മ കണികകളാണ്. ഈ സൂക്ഷ്മ കണികകളാണ് ഈ ജലത്തെ ആഗിരണം ചെയ്ത് മേഘമായി മാറുന്നത്. അപ്പോൾ മേഘസാന്ദ്രത ഇനി കേരളത്തിൽ കൂടുതൽ വരും. അതുകൊണ്ട് ചിലയിടത്ത് മേഘവിസ്ഫോടനം കേരളത്തിൽ ഇനി ഇടയ്ക്കിടയ്ക്കുണ്ടാവും. ഒന്ന്. രണ്ടാമത്, കേരളത്തിലെ ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടാകാവുന്ന സൈക്ലോൺസ്, സ്റ്റോംസ്, ഇതൊക്കെ അറബിക്കടലിൽ ഇനി ധാരാളം കൂടി വരിക. അത് ഞാൻ മുമ്പൊരിക്കൽ ഒരു ടോക്കിൽ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അറബിക്കടലിൽ ഈ പറഞ്ഞ സൈക്ലോൺസിൻ്റെ രൂപീകരണം, സ്റ്റോംസിൻ്റെ രൂപീകരണം, ഇതൊക്കെ ഇനി വർദ്ധമാനമായ രീതിയിൽ വരും. ഇപ്പോൾ കഴിഞ്ഞ 6 വർഷമായിട്ട് അറബിക്കടൽ ഇതിൻ്റെ ഒരു കേന്ദ്രം, മുമ്പ് ബംഗാൾ ഉൾക്കടൽ മാത്രമായിരുന്നു, ഇപ്പോൾ അറബിക്കടൽ ഇതിൻ്റെ ഒരു കേന്ദ്രമായി വരുന്നുണ്ട്. അതുപോലെ എൽ നിനോ തുടങ്ങിയ പ്രതിഭാസം, അത് ഞാനൊരിക്കൽ ഇവിടെ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. അങ്ങനെയുള്ള പ്രതിഭാസം ഈ പ്രദേശത്ത് ഇനിയും ധാരാളം ഉണ്ടാകും. അതുകൊണ്ട് കേരളം ഒരു ദുരന്തത്തിൻ്റെ കേന്ദ്രം. ഈ ദുരന്തം വരുന്നതെന്ന് പറഞ്ഞ് നമ്മൾ പേടിക്കണ്ട, നമുക്കതിനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടായാൽ മതി. ഇനി ഇതിലും വലിയൊരു ദുരന്തം വരാൻ പോകുന്നുണ്ട്. അത് കേരളത്തിലെ നല്ലൊരു ഭൂപ്രദേശം വെള്ളത്തിനടിയിലായി പോകുന്നു. പക്ഷേ അപ്പോഴേക്ക് മുല്ലപ്പെരിയാറല്ല, അല്ലാതെ തന്നെ സീ ലെവൽ റൈസ് കൊണ്ട് കേരളത്തിലൊരു വലിയ ഭൂപ്രദേശം, പരശുരാമൻ മഴവെറിഞ്ഞ് നേടിയ ഭൂമിയിൽ നല്ലൊരു പങ്ക്, ഏതാണ്ട് കേരളത്തിലിപ്പോൾ ഏതാണ്ട് 38,000 ചില്ലുവാനും ചതുരശ്ര കിലോമീറ്റർ ഏരിയ ആണുള്ളത്. അതിൽ 10,000 ചതുരശ്ര കിലോമീറ്ററോളം വെള്ളത്തിനടിയിലാകാനുള്ള സാധ്യതയുണ്ട്, കടലിനടിയിലാകാനുള്ള സാധ്യത. അപ്പോൾ ഏതാണ്ട് ഒരു 20 to 25% കടലിനടിയിലാവും. ഇനി മുല്ലപ്പെരിയാർ പൊട്ടോ ഇല്ലയോ എന്ന് ഇപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അടുത്ത കാലത്ത് മുല്ലപ്പെരിയാറിനെ കുറിച്ചൊരു ടോക്ക് കണ്ട അദ്ദേഹം വിദഗ്ധനാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയുന്നത് മുല്ലപ്പെരിയാർ ഒരു ഗ്രാവിറ്റി സ്ട്രക്ചറാണ്. അതിൽ പാറ അടുക്കി വെച്ചിട്ടാണ് അതുണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് ബൈൻഡിങ് മെറ്റീരിയലായിട്ട് സുർക്കിയും ലൈമും ഉപയോഗിച്ചിട്ടുണ്ട്. സുർക്കിയും ലൈമും ഒക്കെ ഒഴുകി പോയിട്ടുണ്ട്. പക്ഷേ പാറ ഇപ്പോഴും അങ്ങനെ തന്നെ അടുക്കിയ രീതിയിലിരിക്കുകയാണ്. അതുകൊണ്ട് അത് പൊട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് അദ്ദേഹം സാങ്കേതിക വിദഗ്ധനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ ഒരു തത്വം, അതായത് ജലത്തിൻ്റെ ലാറ്ററൽ പ്രഷർ എന്ന് പറയും. ജലത്തിൻ്റെ ലാറ്ററൽ പ്രഷർ ഒരു മീറ്ററിന് 1/2 ടൺ വെച്ചാണ്. അപ്പോൾ ഒരു 45 മീറ്റർ പൊക്കമുണ്ടെങ്കിൽ 22 ടൺ ലാറ്ററൽ പ്രഷർ വരും. ഈ ലാറ്ററൽ പ്രഷർ സാധാരണ അടുക്കി വെച്ചിരിക്കുന്ന ഒരു കല്ലിൻ്റെ കൂട്ടം അത് താങ്ങും. എന്ന് വെച്ചാൽ അതിന് ബേസ് വിഡ്ത്ത് കൂടുതലുണ്ടാകും. എല്ലാ ഡാമും അങ്ങനെയാണ്. മുല്ലപ്പെരിയാറിന് പൊതുവെ ബേസ് വിഡ്ത്ത് കൂട്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്, അത് ഗ്രാവിറ്റി സ്ട്രക്ചർ ആയതുകൊണ്ട്. അപ്പോൾ ഈ അടുക്കി വെച്ചിരിക്കുന്ന കല്ല് അത് താങ്ങും, ഉറപ്പാണ്. പക്ഷേ ഈ കല്ലടുക്കി വെച്ചിരിക്കുന്ന ഈ ചീട്ടുകൊട്ടാരം അടുക്കി വെച്ചിരിക്കുന്ന പോലെയുള്ള ഒരു ഇതുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം ഒന്ന് ഇളകി കഴിഞ്ഞാൽ ഈ സ്റ്റെബിലിറ്റി മൊത്തമായിട്ട് പോകും. ഒരെണ്ണം ഇളകില്ല എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. എന്തിനീ ഒഴുകി വരുന്ന വെള്ളത്തിനകത്തൊരു വലിയ മരം വന്നിടിച്ചാലും ചിലപ്പോൾ ഒരു കല്ല് ഇളകിപ്പോൾ ഒരു കല്ല് ഇളകി കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ സ്റ്റെബിലിറ്റി ഇല്ലാതാവും. അതുകൊണ്ട് മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ലോകത്തെവിടെയും 100 വർഷത്തിന് മേലെയുള്ള ഡാം ഡീകമ്മീഷൻ ചെയ്യാതെ നിലനിൽക്കുന്നില്ല.
ഇനി അങ്ങനെ ഏതെങ്കിലും ഡാം ഉണ്ടെങ്കിൽ അത് അവർ ഉപയോഗിക്കരുതെന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവിടെ ജലം സംഭരിക്കപ്പെടുന്നില്ല. ഇതിപ്പോൾ 1886 92 കാലത്താണ് ഇതുണ്ടാക്കിയത്. അപ്പോൾ ഇപ്പോൾ തന്നെ 132 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട്. അതുകൊണ്ട് അത് പൊട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പൊട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 8000 ചതുരശ്ര കിലോമീറ്റർ ഭാഗത്ത് അതിൻ്റെ ദുരന്തം ഉണ്ടാവും. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ജനവാസമുള്ള എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ തന്നെ അത് ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഒരു ദുരന്തവും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം. അതെങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നറിയില്ല. അപ്പം കേരളത്തിന് വരാൻ പറ്റാവുന്ന കുറേ ദുരന്തങ്ങളുണ്ട്. ഈ ദുരന്തങ്ങളെക്കുറിച്ച് നമുക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇനി വെള്ളപ്പൊക്കം ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് മണ്ണിടിച്ചിലുണ്ടാവും. അപ്പോൾ അതിനുള്ള സ്ഥിര സംവിധാനം ഇവിടെ ഇതൊന്നും തടയാൻ നമുക്ക് കഴിയില്ല. പക്ഷേ അതിൽ വരുന്ന മനുഷ്യനാശം തടയാൻ നമുക്ക് കഴിയണം. വസ്തുവകളുടെ നാശം നമുക്ക് വിടാം. കാരണം ഒരു ഭാഗത്ത് വസ്തുവകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് വേറൊരു ഭാഗത്ത് ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. വലിയ തീപിടുത്തങ്ങളെ നേരിടാനുള്ള സംവിധാനം നമുക്കില്ല. അതുപോലെ ഇവിടെ പൊക്കമുള്ള കെട്ടിടങ്ങൾ കെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധയെടുക്കണം. മറ്റ് പല രാജ്യങ്ങളും പൊക്കമുള്ള കെട്ടിടങ്ങൾ കെട്ടുമ്പോൾ വിൻഫോഴ്സിന് ഉള്ള ഡിസൈനാണ് കൊടുക്കുന്നത്. കേരളത്തിൽ പൊക്കമുള്ള കെട്ടിടങ്ങൾ പഴയതിൽ പലതിലും വിൻഫോഴ്സിനുള്ള ഡിസൈൻ പ്രോപ്പറായിട്ടില്ല. ഇനി എർത്ത് നമ്മളിപ്പോൾ എർത്ത് സോൺ 3 അതുകൊണ്ട് കേരളത്തിൽ ഭൂമി കുലുക്കം വരില്ല എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. അടുത്ത കാലത്ത് ചെറിയ ചെറിയ കുലുക്കങ്ങൾ വരുന്നുണ്ട്. ഈ ചെറിയ കുലുക്കങ്ങൾ വലിയ ഭൂകമ്പം ഉണ്ടാകാമെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ജലത്തിനകത്ത്, പുഴവെള്ളത്തിനകത്ത് ചുവന്ന കളറോ മഞ്ഞ കളറോ വരുമ്പോൾ വലിയ കുത്തൊഴുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊരു സൂചന പറഞ്ഞതുപോലെ ചെറിയ ഭൂകമ്പങ്ങൾ എപ്പോഴും, പ്രത്യേകിച്ച് കോയമ്പത്തൂർ ഏരിയ, അതുപോലെ മൂന്നാർ ഏരിയ, ഇവിടൊക്കെ, മൂന്നാറിൽ വളരെ കാലം മുമ്പ് ഒരു വലിയ ഭൂകമ്പം ഉണ്ടായിട്ടുള്ളതാണ്. അതൊന്നും നമ്മുടെ സമീപകാല പഠനങ്ങളിൽ വരുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ എല്ലാത്തിനെയും നേരിടാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ഇതുവരെ ദുരന്തത്തെ കണ്ട് ജീവിച്ചിട്ടില്ലാത്ത ഒരു ജനത ഇനി ദുരന്തത്തിന് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെല്ലുകൾ, ഇപ്പം ഭാഗ്യത്തിന് എഞ്ചിനീയറിംഗ് പഠനത്തിനകത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ചൊരു പേപ്പർ കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് പഠിച്ചുകൊണ്ട് പരീക്ഷ എഴുതിയുകൊണ്ട് കാര്യമില്ല. അത് പ്രയോഗത്തിലേക്ക് വരുത്താൻ നമുക്ക് കഴിയണം. ഒരുപാട് സന്തോഷം സാർ. ഒരുപാട് പുതിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെയും കഴിഞ്ഞ എപ്പിസോഡിലൂടെയൊക്കെ അറിഞ്ഞത്. എന്തായാലും താങ്ക് യു സോ മച്ച്. നന്ദി. ഇന്നത്തെ റേസ് ടു സക്സസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത അധ്യായത്തിൽ ഒന്നിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം.